ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പം ഞങ്ങൾ ഇത് ചെറിയ വിഷുവിന് ഞങ്ങൾ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ പായസമാട്ടോ ഉണ്ടാക്കിയത്. ക്യാരറ്റിൻ്റെ പായസം നല്ല ടേസ്റ്റാണ്, എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വെളുപ്പിന് 3:30 എഴുന്നേറ്റ് ഞാൻ തന്നെയാണ് കണിയൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ആദ്യം കണി കാണാൻ വന്നത്. പിന്നെ തൻവീനെ എഴുന്നേൽക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അനിയൻ വന്നു. പിന്നെ ഞങ്ങളൊരു പടകമൊക്കെ പൊട്ടിച്ചു. അതിന് ശേഷം കണി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പടകം പൊട്ടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ പൊട്ടിച്ചു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നത് അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മേമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പവും അതുപോലെ തന്നെ മേമേൻ്റെ മോൻ്റെ വൈഫ് ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ ചെയ്തു തന്നു. അപ്പോൾ നമ്മളതെല്ലാം കുടിച്ച് നമ്മളെല്ലാവരും കൂടി സംസാരിച്ച് നല്ല ജോളി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 ഏട്ടന്മാരെയും മക്കളെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞ് അവർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഫുഡ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ചിക്കൻ ഫ്രൈ പറയാൻ വേണ്ട, നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ പടകങ്ങളൊക്കെ നിരത്തി, ഗുണ്ടും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ഒരു ജോളിയിലായിരുന്നു. പക്ഷെ പടകം പൊട്ടിയപ്പോൾ കുട്ടികളെ ഉഷാറൊക്കെ അങ്ങ് പോയി. സൗണ്ട് കേട്ടപ്പോൾ പിള്ളേരെല്ലാം ഓടി അകത്തേക്ക് ഓടി. എൻ്റെ അനിയനാണെങ്കിൽ മത്സരിച്ച് പടകം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ പേരുകളിലുള്ള പടകങ്ങളാണ്, എങ്ങനെയാണ് കത്തിക്കാൻ പോലും അറിയില്ല. പക്ഷെ എന്തൊക്കെയോ അവിടെ ഇവിടെ കത്തിച്ച് എന്തൊക്കെയൊക്കെയോ അത് വർക്കാവുന്നുണ്ട്, ചിലതൊന്നും കത്തുന്നുമില്ല. ഫുൾ നല്ല അടിപൊളിയായൊരു വിഷയമായിരുന്നു ഈ പ്രാവശ്യത്തെ. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വിഷുവിൻ്റെ അന്ന്. അപ്പം നമ്മൾ അതെല്ലാം കേക്കൊക്കെ മുറിച്ച് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തു.